കൂരിയാട് കഴിഞ്ഞ വർഷം നിർമ്മാണത്തിന്റെ ഇടിഞ്ഞു താഴ്ന്ന ഉയരപാതയ്ക്ക് പകരമായി പുതിയ വയഡക്ട് പാലം നിർമ്മാണം പൂർത്തിയാക്കി ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. കോഴിക്കോട് ഭാഗത്തേക്കുള്ള പാലമാണ് ഇപ്പോൾ തുറന്നിട്ടുള്ളത്. 90% ജോലികളും പൂർത്തീകരിച്ചാണ് ഒരു വശത്തുകൂടി വാഹന ഗതാഗതം അനുവദിച്ചത്. ബാക്കി ജോലികളും യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കി ഇരുവശത്തേക്കുമായി ഉടൻ തന്നെ ഗതാഗതം അനുവദിക്കുമെന്ന് KNRCL അധികൃതർ അറിയിച്ചു. സർവീസ് റോഡിലെ തിരക്കൊഴിവാക്കുന്നതിന്റെ ഭാഗമായി ജോയിന്റ് ഫില്ലിംഗ് പ്രവർത്തികൾ അടിയന്തരമായി പൂർത്തീകരിച്ചാണ് ഒരു ഭാഗത്തുകൂടി ഗതാഗതം അനുവദിക്കാനുള്ള തീരുമാനം. തൃശൂർ ഭാഗത്തേക്കുള്ള റോഡിൽ ഏതാനും മീറ്റർ പ്രവൃത്തി കൂടി ഇനിയും ബാക്കിയുണ്ട്. കൂടാതെ റോഡുകൾക്ക് നടുവിൽ 10 മീറ്ററോളം കോൺക്രീറ്റ് ഭിത്തിയുടെ നിർമ്മാണവും അവശേഷിക്കുന്നു. കൂരിയാട് അടിപ്പാത മുതൽ കൂരിയാട് തോടിനു മുകളിലെ ആദ്യ പാലം വരെ 380 മീറ്റർ നീളത്തിലാണ് പുതിയ വയഡക്ട് പാലം നിർമ്മിച്ചിട്ടുള്ളത്. 13 സ്പാനുകളും അവയിലായി 24 തൂണുകളുമുണ്ട്. പാലത്തിന് ഒരു സ്പാനിന് 30 മീറ്ററാണ് നീളം. ഇരുഭാഗത്തേക്കും 3 വരിയുള്ള 2 ഭാഗങ്ങളായാണ് പാലം നിർമ്മിച്ചിട്ടുള്ളത്. 2025 മെയ് 19 കൂരിയാട് നിർമ്മാണത്തിലിരിക്കെ 6 വരി പാത ഇടിഞ്ഞു താഴ്ന്നത്. ഇരുഭാഗത്തും ഭിത്തി കെട്ടി മണ്ണു നിറച്ച് നിർമ്മിച്ച ഉയരപാതയ്ക്ക് 40 അടി ഉയരമുണ്ടായിരുന്നു. വെള്ളം ഒഴുകിപ്പോകുന്ന വയലിൽ മണ്ണിട്ട് ഉയർത്തിയുള്ള അശാസ്ത്രീയ നിർമ്മാണമാണ് റോഡ് തകരുന്നതിലേക്ക് എത്തിയത്. റോഡ് തകർന്ന് ഒരു വർഷം പൂർത്തിയാകുമ്പോഴാണ് പുതിയ വയഡക്ട് പാലം ഗതാഗതത്തിനായി തുറന്നു കൊടുക്കുന്നതും. ഒരു വർഷമാകുന്നതിന് മുമ്പ് നമ്മൾ ഈ പാലത്തിന്റെ പണി പൂർത്തീകരിച്ചു. അതായത് ഓഗസ്റ്റ് മാസത്തിലാണ് നമ്മൾ ഈ പാലത്തിന്റെ പണി തുടങ്ങിയത്. അതായത് മണ്ണ് നീക്കുന്ന പണികളും അതേപോലെ മണ്ണ് ടെസ്റ്റ് ചെയ്യുന്ന പണികളൊക്കെ നടന്നുകൊടുക്കുന്നുണ്ട്. ആദ്യത്തെ പൈലിംഗ് നടന്നത് ഓഗസ്റ്റ് മാസത്തിലാണ്. മെയ് 19 കൂരിയാട്. കാരണം കൂരിയാട് തകർന്നത് ഇന്ത്യ ഒട്ടാകെ ചർച്ച ചെയ്തൊരു സംഭവമാണ്. ഏതായാലും ഒരു വർഷമാകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഈ ഒരു പാലത്തിന്റെ പണികൾ പൂർത്തീകരിച്ചു. ഇപ്പോൾ ഒരു സൈഡിലൂടെ വാഹനങ്ങൾ ഓടാൻ തുടങ്ങി, മറ്റേ സൈഡ് 2 ദിവസം കൊണ്ട് ഓപ്പൺ ആവുകയും ചെയ്യും. പിന്നെ ഇനി മഴ പെയ്യാൻ കാത്തു നിൽക്കുന്നുണ്ട്. ഇനി കേരളത്തിലെ ബാക്കി സ്ഥലങ്ങളിലെ അവസ്ഥ എന്തായിരിക്കും? കേരളത്തിലെ കാലാവസ്ഥയെ കുറിച്ചിട്ട് എല്ലാവർക്കും അറിയുന്നൊരു സംഭവമാണ്. മഴ പെയ്യാന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി മഴയായിരിക്കും. അപ്പോൾ കൊല്ലം ജില്ലയിൽ കൊളാപ്സ് ആയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ 2-3 സ്ഥലത്ത് മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിൽ വിള്ളലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 45 മീറ്ററിലാണ് ഈ ഒരു സംഭവങ്ങൾ. 6 വരി റോഡ്, 2 വരി അപ്പുറത്തേക്കുള്ള സർവീസ് റോഡ്. അപ്പോൾ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണമാണെന്ന് വെച്ചാൽ 45 മീറ്ററിൽ ഇതെല്ലാം കൊള്ളിക്കൽ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണം തന്നെയാണ്. NHAയുടെ മാനദണ്ഡ പ്രകാരം 60 മീറ്ററാണ് 6 വരിക്ക് വേണ്ടിയത്. അപ്പോൾ ആ ഒരു സംഭവത്തിന്റെ ബുദ്ധിമുട്ട് എന്തായാലും കേരളത്തിൽ ഉണ്ടാകും. പിന്നെ വെള്ളം കെട്ടിയെടുക്കുന്ന ബുദ്ധിമുട്ടുണ്ട്. ഈ ഡ്രെയിനേജ് കറക്റ്റ് അല്ലാത്തതുകൊണ്ട് മഴ പെയ്യുമ്പോൾ നല്ല രീതിയിൽ വെള്ളക്കെട്ടുകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇതിന് ദോഷം ചെയ്യും. ഈ ചാനൽ ന്യൂസ് കൂരിയാട്. എന്താണ് ബ്രൈഡ്, ഇനി എപ്പോ റെഡി ആവാനാ? നറുപൂ പോലെ നിറമേകും MX വെണ്ണിലാവായ മനസ്സിലുണ്ടോ? MXലുണ്ട്. MX വെഡിംഗ് സെന്റർ ഇനി വളാഞ്ചേരിയിലും. MX വെഡിംഗ് സെന്റർ വളാഞ്ചേരി, പട്ടാമ്പി, കൂറ്റനാട്, കൊപ്പം, കേച്ചേരി.